ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിലൂസ് ഫാമിലി ആൻഡ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇൻട്രോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പൂക്കൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അമ്മ നട്ടു വളർത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടുള്ള ചെടികളിൽ നിന്നുള്ള കുറച്ച് പൂക്കളുടെ ഫോട്ടോസാണ് ഞാൻ ആദ്യം തന്നെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ എണീറ്റ് ഫ്രഷായി പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് വീട് മൊത്തത്തിൽ കുട്ടികളെ നീക്കുന്നതിനൊക്കെ മുമ്പ് അടിക്കലും തുടക്കലും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതിപ്പോൾ അടുക്കളയ്ക്ക് വന്നേക്കാണ്. ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ മോൾക്ക് ലീവാണ്. ഏട്ടനിന്ന് ജോലിക്ക് പോകണ്ട, പക്ഷേ വണ്ടി എടുത്ത് ഓടാൻ പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമ്മുടെ ആട്ടപ്പൊടി എടുത്ത് ഒന്ന് അരിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടിയെടുത്ത് നമ്മൾ മിക്സിയുടെ ഇതിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്, മിക്സിയുടെ ജാറിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അതിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുകയാണ്. ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കരമായിട്ട് മടിയായിരുന്നു, കാരണം മാവ് കുഴച്ചെടുക്കണം, അത് പരത്തിയെടുക്കണം എന്നൊക്കെയുള്ള ബുദ്ധിമുട്ട്. നമ്മൾ ഈ ഒരു മിക്സി വാങ്ങിയതിന് ശേഷം നമുക്ക് ആ പണിയൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് മാവൊക്കെ കുഴച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മളത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെറുതെ ഒന്ന് കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലും കൂടി എടുത്ത് തടവിയതിന് ശേഷം ഒന്നുകൂടി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റി വെക്കുകയാണ്. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അത് വട്ടത്തിൽ പരത്തിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ എങ്ങനെ ശ്രമിച്ചാലും നമ്മുടെ പരിചയക്കുറവ് കൊണ്ടാണെന്ന് തോന്നുന്നു, എങ്ങനെ ശ്രമിച്ചാലും അത് ആയി വരാറില്ല കേട്ടോ. പിന്നെ വല്ലപ്പോഴും കൂടിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും അതങ്ങനെ വട്ടത്തിലായി കിട്ടാറില്ല. നമ്മുടെ ഏതാണ്ട് ഇന്ത്യയുടെയും വേൾഡിൻ്റെയൊക്കെ മാപ്പ് ഉണ്ടാക്കി വെച്ച പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പം ഞാനതവിടെ ബോൾസാക്കി എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത് പൂരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തോല് കളഞ്ഞെടുക്കുകയാണ്. ഉരുളക്കിഴങ്ങും ഉള്ളിയും എല്ലാം കൂടി ഇട്ട് നമ്മളിന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലാണ് കേട്ടോ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു, പിന്നെ സവോള നേരേക്കും അതും കുക്കറിലിട്ട് കൊടുത്ത് ആവശ്യത്തിന് മുളകും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ ഒരു വിസിലോ അല്ലെങ്കിൽ 2 വിസിലോ അടിച്ചെടുക്കും. അങ്ങനെയാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചട്ടിയിൽ സാധാരണ പോലെ ഉള്ളിയൊക്കെ വഴറ്റി അങ്ങനെ ചെയ്തെടുക്കാറുണ്ട്. രണ്ടിനും ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചി കൂടി ഇടാറുണ്ട്. ഇഞ്ചിക്ക് ഇപ്പോൾ ഭയങ്കര പൊള്ളുന്ന വില ആയത് കാരണം കൊണ്ട് ഇഞ്ചി സ്റ്റോക്കില്ല. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ രുചി വേറെ ആയിപ്പോവും. അപ്പോൾ അത് കാരണം അതും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനത് കത്തിച്ച് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ വീണ്ടും നമ്മൾ തിരിച്ച് പൂരിയിലേക്ക് തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഓയിലിൻ്റെ കവറില്ലേ അത് കീറിയെടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം ഓരോ ബോൾസായി അതിൽ വെച്ച് ഒരു പ്ലേറ്റ് അടി വട്ടം കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്ലേറ്റ് എടുത്ത് അത് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ പൂരി ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ചപ്പാത്തിക്കാണെങ്കിലും ഇങ്ങനെ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. നമ്മൾ പ്രസ്സിങ് മെഷീനൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്തെടുക്കുന്ന പോലെ പെട്ടത്തിൽ നമുക്കിതിങ്ങനെ വട്ടനെ നല്ല ഷേപ്പിലുള്ള പൂരി അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ പരത്തേണ്ട ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അത് ഏട്ടനെ ഇവിടെ വണ്ടി എടുത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാണ്ടാണ് പോകുന്നത്. രാവിലെ നമ്മൾ കട്ടൻ ചായ വെച്ചപ്പോൾ കട്ടൻ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം ആയാൽ വിളിക്കുക, അപ്പോൾ കഴിക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അത് നമ്മുടെ കുക്കർ ഇവിടെ വിസിലടിക്കുന്നുണ്ട്. 1 അല്ലെങ്കിൽ 2 വിസിലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. അപ്പോഴേക്ക് നമ്മുടെ പൂരിയൊക്കെ നമ്മൾ പരത്തിയെടുത്ത് പിന്നെ ഓരോന്നായിട്ട് ഇനി ചുട്ടെടുക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ പൂരി ഉണ്ടാക്കാനായിട്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എങ്കിലും നമുക്കിവിടെ പൂരി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊന്തി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ മൈദയോ വേറെ ഒന്നും തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും കണ്ടോ നല്ല പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ ഇരിക്കും. പിന്നെ നമ്മൾ ഈ ചട്ടുകം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് പൊന്തി പപ്പടം പോലെ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഞാനിതവിടെ എല്ലാ പൂരിയും ചുട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. നമ്മൾ അടുക്കളയിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ചൂടുള്ള എണ്ണ അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ഭൂരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ആ സമയത്തൊക്കെ കുട്ടികളെ അടുക്കളയ്ക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം പെട്ടെന്ന് എങ്ങാനും കൈതട്ടി എണ്ണച്ചട്ടി മറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഭയങ്കര പേടി. കാരണം പെട്ടെന്ന് ഞാൻ അവരൊക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഞാൻ വേഗം ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. അപ്പോഴേക്കും ഇതാ അപ്പുണ്ണി വന്നിട്ട് വേഗം ചാടിക്കേറി ഒക്കെ തീർന്നിട്ടുണ്ട്. അവന് നല്ല ജലദോഷം ഉണ്ട് കേട്ടോ. രാവിലെ നീറ്റ് എൻ്റെ കുളി കഴിഞ്ഞു മോളെ കുളിപ്പിച്ചു. അപ്പുണ്ണി നീറ്റ് അവനെയും ഞാൻ കുളിപ്പിച്ച് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജലദോഷത്തിൻ്റെ നല്ലൊരു ചീമ്പലുണ്ട്. ആൾക്ക് ചിരിച്ച മുഖമൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കാണാനില്ലെന്ന്. അപ്പോൾ ആളാകെ ഡള്ളായിട്ടിരിക്കുകയാണ്. പിന്നെ ഉറക്കം വരുന്നുണ്ട്. എന്ത് പറ്റീന്നാവോ, വൈകിട്ടാണ് എണീറ്റത്. എന്നാലും എണ്ണ തേച്ച് കുളിച്ചുകൊണ്ടാണ് തോന്നുന്നു നന്നായിട്ട് ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ അവനെ എടുത്ത് ഞാൻ വേഗം ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും അവനെ അവിടെ ഉമ്മർത്ത് കൊണ്ടുപോയിരുത്തി. മോള് TV കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അടുത്ത് കൊണ്ടിരുത്തിയിട്ട് ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് വന്നു. അവൻ പിന്നാലെ പിന്നെയും ഓടി വരുന്നുണ്ട്.
എനിക്കിത് ഈ ചൂടുള്ളതൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വല്ലതും താഴെ വീണ കുട്ടികളുടെ മേത്താവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പരമാവധി അടുക്കളയിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രായം അതാണല്ലോ, അവർ പിന്നെയും വന്ന് നമ്മുടെ ഡ്രസ്സിൽ തൂങ്ങി അങ്ങനെ നിൽക്കും. അപ്പം ഞാൻ ആ ഭൂരി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ എണ്ണയിൽ ലാസ്റ്റ് കടുകും കറിവേപ്പിൻ്റെ ഇലയിട്ട് പൊട്ടിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ കുക്കറിൽ വിസിലടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുമ്പേ അത് നന്നായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ മുറിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് താളിച്ചിട്ടത്. അത് താളിച്ചിട്ടപ്പോഴേക്കും കുഞ്ഞു അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അമ്മ എന്ന് എന്താന്ന് ചോദിച്ചിട്ടാണ് ഓടി വന്നത്. അപ്പം ഇന്ന് നമ്മൾ ഭൂരി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വിശപ്പ് തുടങ്ങി. അപ്പോൾ വേഗം തന്നെ അവൾക്ക് കഴിക്കാൻ എടുത്തു കൊടുത്ത് ഒപ്പം തന്നെ അപ്പുണ്ണിക്കും കൊടുക്കുകയാണ്. അവന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, മൂക്കൊക്കെ അടഞ്ഞ്. എന്നാലും ഞാൻ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ കളിപ്പിച്ചും ചിരിപ്പിച്ചൊക്കെ ഞാൻ ഭക്ഷണം കൊടുക്കുകയാണ്. എന്നിട്ട് ആൾ പെട്ടെന്ന് തന്നെ ഉറങ്ങി കേട്ടോ. കുറച്ച് സമയം ഇരുന്ന് TV കണ്ട് കുറച്ച് സമയം അങ്ങനെ മോളുടെ കൂടെയൊക്കെ ഇരുന്നെങ്കിലും പെട്ടെന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ട് അവനെ കിടത്തി. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ കുറയുമല്ലോ. അപ്പോൾ അവനെ കിടത്തി ഉറക്കിയിട്ട് ഞാൻ മോളെ വിളിച്ച് അവളുടെ മുടിയൊക്കെ ചീന്തി ഒതുക്കി കെട്ടി കൊടുക്കുകയാണ്. മോളുടെ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. മുടി നന്നായിട്ട് വെട്ടി. മുടി ഭയങ്കരമായിട്ട് കോല് പോലെ ആയി പോവാണ്, ഉള്ളില്ല തീരെ. അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് വെട്ടി. അതിൻ്റെ ഇടയ്ക്ക് അവൾ പുറത്തേക്ക് ജനലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എന്തോ ചൂണ്ടിക്കാട്ടി അവിടെ എന്തോ നിൽക്കുന്നത് കാണിച്ചു തരികയാണ്. ഏട്ടൻ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനെ ഞാൻ വേഗം കഴിക്കാൻ എടുത്തു കൊടുത്തു. ഞാനും ഒപ്പം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോള് ഭക്ഷണം കഴിച്ചതാണ്, എന്നാലും അവൾക്ക് ഏട്ടൻ വന്ന് കഴിക്കായിരുന്നപ്പോൾ ഏട്ടൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓരോ വായ അങ്ങനെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് ഏട്ടൻ അങ്ങനെ പോയിട്ടോ വീണ്ടും. അപ്പോൾ വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് വന്നു. എന്തായാലും അവൻ ഉറങ്ങുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അടുക്കളയിലേക്ക് വന്നിട്ട് രാവിലത്തെ കുക്കിംഗ് കഴിഞ്ഞൊക്കെ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ച് സ്റ്റവ് ഒന്ന് തുടച്ചിട്ടതിന് ശേഷം രാവിലെ എടുത്ത പാത്രങ്ങൾ കൈയോടെ കഴുകി വെക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് കൂടി പിന്നെ അത് ഏറ്റവും വലിയൊരു പണിയായിട്ട് മാറും കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ എത്ര ചെയ്താലും തീരാത്തൊരു ജോലിയായിട്ട് തോന്നാറുള്ളത് പലപ്പോഴും നമ്മുടെ പാത്രം കഴുകുന്ന ജോലിയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ അപ്പപ്പോൾ എടുക്കുന്നത് അപ്പപ്പോൾ കൈയോടെ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലി അത്രയും കുറഞ്ഞു കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ എടുത്ത പാത്രങ്ങൾ കൈയോടെ കഴുകി വെക്കുകയാണ്. നമ്മുടെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തവും നമ്മളെല്ലാവരെയും വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അത് ന്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നാറുണ്ട്. കാരണം ഒരായുസ് കൊണ്ട് കെട്ടിപ്പടുത്തിട്ടുള്ള അവരുടെ സ്വപ്നങ്ങളും മറ്റുമാണ് എല്ലാം ഒറ്റയടിക്ക് എന്താ പറയുക ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി പോയിട്ടുള്ളത്. പലരുടെയും കണ്ണീര് കണ്ട് സഹിക്കാൻ പറ്റാത്ത അത്രയും വിഷമം തോന്നാറുണ്ട്. കാരണം കൂടപ്പറപ്പുകൾ, കുട്ടികൾ, മക്കൾ, അതുപോലെ അച്ഛനമ്മമാരൊക്കെ ഒഴുക്കിപ്പെട്ട് പോയി അത് കണ്ടു നിൽക്കേണ്ട അവസ്ഥ. അങ്ങനെയൊക്കെ അവർ ന്യൂസിൽ പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ ഒരു ആയുസിൻ്റെ ബലം കൊണ്ട് അവരുണ്ടാക്കിയെടുത്ത സമ്പാദ്യം മൊത്തം നശിച്ചു പോവാണ്. അവരുടെ വീട് എല്ലാം ഒന്നുമില്ല, ഒറ്റ നിമിഷം കൊണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പോയവരാണ് അവരിൽ പലരും. അപ്പോൾ അത് കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നാറുണ്ട്. മഴ സമയത്ത് ഇവിടെയും നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മളിരിക്കുന്ന ഭാഗത്തേക്ക് അത്രയും അങ്ങോട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് 2 വീട് താഴെയുള്ള വീട്ടിലൊക്കെ വെള്ളം കയറി ആ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കിടക്കുകയാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞിട്ട് ഞാനിത് അവിടെ ചോറിന് അരിയിട്ട് ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് തിളച്ചപ്പോൾ നമ്മൾ ചാക്സണിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ കറിയൊന്നും പ്രത്യേകമായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഇഷ്ടു ഇരിക്കുന്നുണ്ട്, പിന്നെ ഇന്നലത്തെ കുറച്ച് തക്കാളിക്കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് മതി, നമുക്ക് ഉച്ചയ്ക്ക് മാത്രമല്ലേ ആവശ്യമുള്ളൂ. വൈകിട്ട് നമ്മളിന്ന് വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ വൈകിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ മോളുടെ കുട്ടിയാണ് അവിടെ. അപ്പോൾ അവൻ്റെ കൂടെ കുഞ്ഞു കളിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് അവിടെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കൊരു ഉഷാറില്ല, ആളിങ്ങനെ ഇരിക്കുകയാണ്, മൂടി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവനെ കുറച്ച് നേരം ഞാൻ അവിടെ കൊടുന്ന് ഇരുത്തി ഉണർന്നപ്പോൾ കുഞ്ഞുവിന് അപ്പോൾ ആരും കളിക്കാൻ കിട്ടാത്തതിൻ്റെ വിഷമമായിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് ആ കുട്ടി അവിടെ ഉള്ളത് കാരണം അവൻ്റെ കൂടെ കളിക്കാൻ അവൾക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് കളിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ വീണ്ടും അടുക്കളയിലേക്ക് വന്നു കേട്ടോ. ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നു ഞങ്ങൾ അവർ കളിക്കുന്നത് വരെ. പിന്നെ ഉച്ചയായപ്പോൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നു. അപ്പുണ്ണിക്ക് ഞാൻ രാവിലത്തെ ഇഷ്ടം കൂട്ടിയിട്ടാണ് ചോറ് എടുത്തിട്ടുള്ളത്. കുഞ്ഞുവിന് ഇന്നലത്തെ തക്കാളിക്കറി മതി എന്ന് പറഞ്ഞു. അപ്പോൾ തക്കാളിക്കറിയും കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഭക്ഷണം എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാനിതിൽ എടുത്തിട്ടില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഏട്ടൻ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികളെ 2 പേരെയും കുറച്ച് സമയം കിടത്തി ഉറക്കി. ഞാനും കൂടെ ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എങ്ങനെ എല്ലാ ദിവസവും പകൽ ഉറങ്ങാറില്ല. ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ഉറക്കം വന്നപ്പോൾ അവരുടെ കൂടെ ഞാൻ ഇത്രയും സമയം കടന്നു. അപ്പോൾ വൈകിട്ട് ഏട്ടൻ പാൽ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സൊസൈറ്റി പാൽ പോലെ വേറൊരു ഫ്രഷ് മിൽക്കാണ് കേട്ടോ, പാസ്ചറൈസ്ഡ് അല്ലാത്തൊരു മിൽക്കാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞങ്ങളത് തിളപ്പിച്ച് നമ്മളിവിടെ പാട മാറ്റി വെക്കും നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാട മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പാല് തിളപ്പിക്കാൻ വെച്ച് ഇപ്പുറത്ത് ചായയും വെച്ചു. പിന്നെ കുടിക്കാൻ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടിക്കാൻ ഉള്ള വെള്ളം ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അങ്ങനെ ചായ അടുപ്പത്തുണ്ട്, ഒരടുപ്പത്ത് പാലും ഉണ്ട്. അതവിടെ തിളച്ച് വരുമ്പോഴേക്കും ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ്. അതൊക്കെ വെള്ളം മാറുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് അതാത് സ്ഥാനത്ത് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പാല് തിളയ്ക്കുന്നതും ചായ തിളയ്ക്കുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ 2-3 തവണ ഇങ്ങനെ നമ്മൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം, എന്നാലാണ് നല്ല രീതിക്ക് പാട കിട്ടുള്ളൂ. ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് ഇപ്പോൾ ചായക്കുള്ള പാല് ഞാൻ ഇപ്പോൾ തന്നെ എടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചായക്ക് എടുക്കുമ്പോൾ
ആ പാട നമുക്ക് നന്നായിട്ട് കട്ടയായിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് വേഗം വേർതിരിച്ച് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനത് എടുത്ത് വെക്കാറുള്ളത്. അപ്പോൾ ചായക്കുള്ള പാലെടുത്തിട്ട് ഞാൻ ചായ വെച്ചു, ബാക്കി അത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുടിക്കാനുള്ള വെള്ളം കൂടി എൻ്റെ ഇടയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പാല് നമ്മളിനിപ്പോൾ അടച്ചു വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു സൈഡ് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എയർ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ചായ അപ്പോഴേക്കും ആയപ്പോൾ ചായ അരിച്ച് ഞാൻ ഏട്ടനെ കൊണ്ടു കൊടുക്കുകയാണ്. ഞങ്ങളങ്ങനെ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചിട്ട് ഏട്ടൻ വീണ്ടും പോയി. ഒക്കെ കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ വിളിക്കുക, വൈകിട്ട് വന്നിട്ട് പോവുക. അതുവരെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും അവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട് കേട്ടോ. അവനവിടെ കിടന്ന് ഉരുളേ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആൾ കുറച്ചൊന്ന് ആക്റ്റീവായി വരുന്നുണ്ട് മരുന്ന് കൊടുത്തപ്പം. അപ്പോൾ അവരവിടെ ഇരുന്ന് ടി വി കാണുന്ന ഗ്യാപ്പിൽ ഞാനിതാ വന്നിട്ട് ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. പോകുമ്പോഴേക്കും ഒക്കെ ബാക്കി സെറ്റാക്കി വെക്കാൻ വേണ്ടി കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ചോറും കറിയും അതുപോലെ പാല് തിളപ്പിച്ചതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയാണ്. എന്നിട്ട് കുറച്ച് പാത്രങ്ങൾ 1-2 ചായ കുടിച്ചതിൻ്റെയും പിന്നെ നമ്മുടെ കറിയുടെ അടപ്പും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി മാറ്റി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോയി വരുമ്പോഴേക്കും അതൊക്കെ ആകെ ഇരുന്ന് മുഷിഞ്ഞ് വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ആകെ സ്മെല്ലാവും. പാത്രങ്ങൾ കഴുകാനുള്ളതൊന്നും ഇട്ടിട്ട് നമുക്കൊരു വഴിക്കും പോകാൻ പറ്റില്ല. ഒക്കെ വൃത്തിയാക്കി വെക്കണം. പിന്നെ രാവിലെ നമ്മൾ ഭക്ഷണം വെച്ചതിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് പുറത്ത് കളയാണ് കേട്ടോ. വൈകിട്ട് അങ്ങനെ ഏട്ടൻ വന്ന് നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഇതിതാ പോകുന്ന വഴിക്കുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ ഷൊർണൂർ ഭാരതപ്പുഴയാണ്. ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളം കയറി കുത്തി ഒലിച്ചു പോയി കരകവിഞ്ഞൊഴുകുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് വെയിലായത് കാരണം നന്നായിട്ട് വെള്ളം കുറഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ രാവിലെ ഇങ്ങോട്ട് തിരിച്ചു വരും. കാരണം മോൾക്ക് നാളെയും സ്കൂളില്ല. കാരണം ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടാവുള്ള സ്കൂൾ, അത് കാരണം നാളെയും ക്ലാസ്സില്ല. പക്ഷേ ഏട്ടന് ജോലിക്ക് പോകണം, അത് കാരണം കൊണ്ട് രാവിലെ തിരിച്ചു വരും. അപ്പോൾ ഒന്നും സാധനങ്ങൾ പ്രത്യേകമായിട്ട് ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഇട്ട ഡ്രസ്സിൽ അങ്ങനെ വണ്ടി കയറി നമ്മൾ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ കടന്ന് നമ്മളിതപ്പോൾ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാനിപ്പൂരി കണ്ടപ്പോൾ അവൾക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പാനിപ്പൂരി മേടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അമ്മയാണ് വന്നിട്ട് ഗേറ്റ് തുറക്കുന്നത്. അമ്മ ഗേറ്റ് തുറന്നിട്ട് ഇതാ അങ്ങനെ അമ്മ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അനിയൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ കൈയൊക്കെ കാണിച്ചിരുന്നുണ്ട്. കളിക്കാൻ പോയിട്ട് വീണതാണ്, കൈ മുറിഞ്ഞിട്ടുണ്ട്, അതുപോലെ കാലിൻ്റെ മുട്ടൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവൻ അവിടെ നിന്ന് നോക്കുന്നത്. അടുക്കളയിൽ ചെന്ന് നോക്കി നോക്കുമ്പോൾ അമ്മ നല്ല ചിക്കൻ കറി വെച്ചിട്ടുണ്ട്, ആവി പറക്കുന്നുണ്ട് ഇപ്പോഴും. അതേപോലെ നല്ല പുലാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റ് ആകുമ്പോഴേക്കും ഉമ്മർത്ത് കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഏട്ടൻ വേഗം വണ്ടി കഴുകിയെടുക്കുകയാണ് കേട്ടോ. പൈപ്പിൽ നന്നായിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കഴുകിയെടുക്കുകയാണ്. നമ്മളിവിടെ താമസിക്കുന്ന വാടക വീട്ടിൽ നമുക്ക് വണ്ടി കഴുകണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഉമ്മർത്തൊന്നും ഒരു പൈപ്പോ കാര്യങ്ങളൊന്നും അവർ സെറ്റ് ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിൽ നിന്ന് അടുക്കളയിൽ നിന്നൊക്കെ എടുത്ത് കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ വല്ലപ്പോഴും കൂടിയിട്ടൊക്കെ കഴുകാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വീട്ടിൽ വരുന്ന സമയത്തൊക്കെയാണ് വണ്ടി കഴുകാറുള്ളത്. അപ്പോൾ വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഉള്ള ഭക്ഷണം ഒരുപോലെ കഴിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് ഭയങ്കര വലുതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ.